Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഓട്ടോകാഡിലെ 100 MCQ ക്വസ്റ്റിനെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ വാട്ട് ഡസ് F1 കീ ഡു ഇൻ ഓട്ടോകാഡ്. F1 കീ പറഞ്ഞാൽ ഓട്ടോകാഡിൽ എന്താണ് യൂസ് ചെയ്യുക. ഓപ്പൺ ഹെൽപ്പ് സെന്റർ ഇട്ടാണ് F1 കീ യൂസ് ചെയ്യുക. നമ്മൾ ഓട്ടോകാഡ് ജസ്റ്റ് ഓൺ ആക്കുക, F1 ടൈപ്പ് ചെയ്താൽ നമുക്ക് ഹെൽപ്പ് സെന്റർ കിട്ടും കേട്ടോ. ഇവിടെ നമുക്ക് എൻ്റെ കീവേഡിന്റെ അവിടെ എന്താ വെച്ചാൽ ഡൗട്ടുകൾ സെർച്ച് ചെയ്യാൻ പറ്റും, ടൈപ്പ് ചെയ്യുക, സെർച്ച് ചെയ്യുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ വിച്ച് ഫംഗ്ഷൻ കീ ടോഗിൾസ് ദി ഒബ്ജക്ട് സ്നാപ്പ്. ഒബ്ജക്ട് സ്നാപ്പ് ഓ സ്നാപ്പിന്റെ ഷോർട്ട് കീ ഏതാണ്? F3 ആണ് ഒബ്ജക്ട് സ്നാപ്പിന്റെ ഷോർട്ട് കീ. പ്രസ് F8 വിൽ ഡു വാട്ട് ഇൻ ഓട്ടോകാഡ്. ടേൺ ഓൺ ഓർത്തോ മോഡ്. ഓർത്തോ മോഡ് ഓൺ ആക്കാനാണ് F8 യൂസ് ചെയ്യുക. അതായത് F8 പറഞ്ഞ ഓർത്തോ മോഡ് പെർപെൻഡിക്കുലറും ഹൊറിസോണ്ടൽ ആയിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് F8 യൂസ് ചെയ്യുക. പിന്നെ ഒബ്ജക്ട് സ്നാപ്പ് പറഞ്ഞ ഓ സ്നാപ്പ്, അതിന്റെ ഷോർട്ട് കീ പറഞ്ഞാൽ ഇത് 3D ഓ സ്നാപ്പ് ആണ്, ഇതല്ല 2D ഓ സ്നാപ്പ്, അതിന്റെ ഷോർട്ട് കീ പറഞ്ഞാൽ F3 ആണ്. പിന്നെ വാട്ട് ഡസ് ദി F7 കീ ടോഗിൾ. F7 കീ ആണ് ഗ്രിഡ് ഡിസ്പ്ലേ. അതായത് ഡിസ്പ്ലേ നമുക്ക് ഇവിടെ ഇപ്പോൾ ഡിസ്പ്ലേ ഉണ്ട്, ആ ഡിസ്പ്ലേ നമുക്ക് ഓഫ് ആക്കണമെങ്കിൽ F7 ഷോർട്ട് കീ ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. ഇപ്പൊ കണ്ട കുറച്ച് സൂം വ്യത്യാസം വരുത്താണ്. ഇനി ഞാൻ F7 കീ പ്രസ് ചെയ്തു. ഇപ്പൊ കണ്ട ഗ്രിഡ്സ് ഡിസ്പ്ലേ ആവുന്നുണ്ട്. ആ ഗ്രിഡ്സ് ഓഫ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് F7 തന്നെ പ്രസ് ചെയ്താൽ ഗ്രിഡ്സ് ഓഫ് ആക്കാനും പറ്റും. അതിനാണ് F7 ഷോർട്ട് കീ യൂസ് ചെയ്യുന്നത്. വാട്ട് ഡസ് ദി F7 കീ ടോഗിൾ ഗ്രിഡ് ഡിസ്പ്ലേ. പിന്നത്തെ ചോദ്യമാണ് വാട്ട് ഡസ് ദി ഫംഗ്ഷൻ F9 ഓൺ ഓട്ടോകാഡ്. ടേൺ ഓൺ ഓർ ഓഫ് സ്നാപ്പ് മോഡ്. F9 പറഞ്ഞാൽ സ്നാപ്പ് മോഡ് ഓൺ ആക്കാനും ഓഫ് ആക്കാനും വേണ്ടിയിട്ടാണ് F9 ഷോർട്ട് യൂസ് ചെയ്യുന്നത്. F9 പറഞ്ഞാൽ ഈ ഒരു ഷോർട്ട് കീ ആണ് കണ്ട. F9 സ്നാപ്പ് മോഡ് ഓൺ ആക്കാൻ വേണ്ടിയിട്ടാണ് F9 യൂസ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം പറഞ്ഞാൽ വാട്ട് ഡസ് ദി ടോഗിൾ പോളാർ ട്രാക്കിംഗ് ഓൺ F10 ആണ് പോളാർ ട്രാക്കിങ്ങിന്റെ ഷോർട്ട് കീ. പോളാർ ട്രാക്ക് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ F10 പറഞ്ഞാൽ നമുക്ക് ഒരു സ്പെസിഫിക് ആംഗിൾ, അതായത് 30 ഡിഗ്രിന്റെ ഇന്റർവെൽ, 45 ഡിഗ്രിന്റെ ഇന്റർവെൽ ഒക്കെ നമുക്ക് കറക്റ്റ് ആംഗിൾസ് ആയിട്ട് വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പോളാർ ട്രാക്കിംഗ് F10 ഷോർട്ട് കീ. ഇനി നമുക്ക് അടുത്ത ചോദ്യം പറഞ്ഞാൽ വാട്ട് ഡസ് F12 ഷോർട്ട് ഡു ഇൻ ഓട്ടോകാഡ്. ടോഗിൾ ഡൈനാമിക് ഇൻപുട്ട്. ഡൈനാമിക് ഇൻപുട്ട് പറഞ്ഞാൽ ഞാനിപ്പോ ഒരു ലൈൻ വരയ്ക്കാതിരിക്കുക. ലൈൻ വരയ്ക്കുമ്പോൾ അതിന്റെ കറക്റ്റ് ആംഗിളും ഡിസ്റ്റൻസും ഇവിടെ സ്പെസിഫൈ ഉണ്ട് കണ്ട. എത്ര ആംഗിളിലാണ് എത്ര ഡിസ്റ്റൻസിലാണ് കണ്ട. 12 ഡിഗ്രി. അത് ഡൈനാമിക് ഇൻപുട്ട് ഓൺ ആയതുകൊണ്ടാണ്. ഡൈനാമിക് ഇൻപുട്ട് ഞാൻ ജസ്റ്റ് ഓഫ് ആക്കണം വിചാരിക്കുക. F12 ജസ്റ്റ് പ്രസ് ചെയ്തു കണ്ട. ഇപ്പൊ നമുക്ക് വരയ്ക്കുമ്പോൾ ആംഗിളും ഡിസ്റ്റൻസും കാണിക്കുന്നില്ല. അപ്പൊ ഞാൻ വീണ്ടും F12 പ്രസ് ചെയ്താൽ കണ്ട, ഞാൻ കണ്ട ആംഗിളും ഡിസ്റ്റൻസും കറക്റ്റ് ആയിട്ട് കാണിക്കും. നമുക്ക് ലൈൻസ് ഒക്കെ വരയ്ക്കുമ്പോൾ കറക്റ്റ് ആംഗിളും ഡിസ്റ്റൻസ് ഒക്കെ ഡിസ്പ്ലേ തന്നെ കാണിക്കാൻ വേണ്ടി F12 ജസ്റ്റ് ഓൺ ചെയ്താൽ മതി. അതിനാണ് ഡൈനാമിക് ഡിസ്പ്ലേ നമ്മൾ ഓൺ ചെയ്യുന്നതും ഓഫ് ചെയ്യുന്നതും. ഡൈനാമിക് ഡിസ്പ്ലേ കണ്ട ചിഹ്നതാണ് കണ്ട, ഇതാണ് ഡൈനാമിക് ഇൻപുട്ട്. ഷോർട്ട് കീ പറഞ്ഞാൽ F12. അടുത്ത ചോദ്യം പറഞ്ഞാൽ വിച്ച് ഫംഗ്ഷൻ കീ എനേബിൾസ് ഓർ ഡിസേബിൾസ് ഡൈനാമിക് യൂസിയേഴ്സ്. ഡൈനാമിക് യൂസിയേഴ്സിന്റെ ഷോർട്ട് കീ പറഞ്ഞാൽ F6 ആണ്. F6 ആണ് ഡൈനാമിക്. അതിന്റെ സിമ്പിൾ പറഞ്ഞാൽ ഈ ഒരു സിമ്പിൾ ആണ്. ഞാൻ F6 ജസ്റ്റ് പ്രസ് ചെയ്യാണ്. F6 ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ കണ്ട ഡൈനാമിക് യൂസിയേഴ്സിന്റെ അത് എനേബിൾ ആവുന്നതാണ് പറ്റും. ഇതാണ് ഡൈനാമിക് യൂസിയേഴ്സ് F6 ആണ് അതിന്റെ ഷോർട്ട് കീ. ഇനി അടുത്ത ചോദ്യം പറഞ്ഞാൽ ദി കീ F5 കീ ഇൻ ഓട്ടോകാഡ് യൂസ്ഡ് ഫോർ സ്വിച്ചിങ് ബിറ്റ്വീൻ ഡിഫറെന്റ് ഐസോപ്ലെയിൻസ്. ഐസോപ്ലെയിൻ നമ്മളിപ്പോൾ ഐസോപ്ലെയിൻ എടുത്ത് വരിക. ഇതാണ് ഐസോപ്ലെയിന്റെ ഓപ്ഷൻസ്. ഞാൻ ഓൺ ആക്കി വരിക. ഇനി ഞാൻ ജസ്റ്റ് F5 പ്രസ് ചെയ്താൽ ഐസോപ്ലെയിൻ സ്വിച്ച് ചെയ്യുന്ന കാണാൻ പറ്റും കണ്ട. ഐസോപ്ലെയിൻ ടോപ്പ്, ഐസോപ്ലെയിൻ റൈറ്റ്, ഐസോപ്ലെയിൻ ലെഫ്റ്റ് വൺ സ്വിച്ച് ചെയ്യുന്ന കാണാൻ പറ്റും. അവിടെ 3 ഓപ്ഷൻസ് ഉണ്ട് ഐസോപ്ലെയിൻ. അപ്പൊ നമ്മൾ വരയ്ക്കുന്നതിനിടയിൽ നമുക്ക് ഐസോപ്ലെയിൻസ് മാറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഷോർട്ട് കീ ആണ് F5. ഞാൻ ജസ്റ്റ് ഓഫ് ആക്കുന്നു, നമുക്ക് നോർമൽ മോഡിലേക്ക് കിട്ടും. അതിനാണ് F5 ഷോർട്ട് കീ യൂസ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം പറഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് വെൻ യു പ്രസ് F2 ഇൻ ഓട്ടോകാഡ്. F2 പറഞ്ഞാൽ കമാൻഡ് ഹിസ്റ്ററി വിൻഡോ കിട്ടും. അതായത് F2 യൂസ് ചെയ്ത കമാൻഡ് ഹിസ്റ്ററി. ഞാൻ ജസ്റ്റ് F2 പ്രസ് ചെയ്യണം. F2 പ്രസ് ചെയ്ത് നമുക്ക് കണ്ട നമ്മളെ കംപ്ലീറ്റ് എന്തൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടോ പ്രീവിയസ് കമാൻഡ് ഹിസ്റ്ററി കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. അതിനാണ് F2 യൂസ് ചെയ്യുന്നത്. വിച്ച് കമാൻഡ് ഈസ് യൂസ്ഡ് ടു ഡ്രോ സ്ട്രേറ്റ് ലൈൻസ് ഇൻ ഓട്ടോകാഡ്. അതിന് യൂസ് ചെയ്യുന്നത് ലൈനാണ്. ലൈൻ ടൂൾ ആണ് സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാൻ യൂസ് ചെയ്യുന്നത്. വാട്ട് ഡസ് ദി സർക്കിൾ കമാൻഡ് ക്രിയേറ്റ്. സർക്കിൾ വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് സർക്കിൾ കമാൻഡ്. വിച്ച് ടൂൾ ഈസ് യൂസ്ഡ് ടു ഡ്രോ ഫോർ സൈഡഡ് ഫിഗർ വിത്ത് റൈറ്റ് ആംഗിൾസ്. റെക്ടാംഗിൾ ടൂൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ദി പോളിഗൺ കമാൻഡ് ഈസ് യൂസ്ഡ് ടു റെഗുലർ പോളിഗൺസ്. പോളിഗൺ 3 മെത്തേഡ് കൂടെ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇതിലുള്ള ഓപ്ഷനിൽ നമ്മൾ റെഗുലർ പോളിഗൺസ് വരയ്ക്കാനാണ് നമ്മൾ പോളിഗൺ യൂസ് ചെയ്യുക. Which of the following tools allow you to draw a curve passing through the point? Spline tool. Spline തന്നെ 2 ടൈപ്പ് സ്പൈൻ ഉണ്ട്. സ്പൈൻ ഫിറ്റും സ്പൈൻ സീവിയും. ഈ 2 ഓപ്ഷനാണ് സ്പൈൻ ടൂൾ. ഇത് സ്പൈൻ ഫിറ്റ്, ഇത് സ്പൈൻ സീവി.
അതിന്റെ ആൻസർ സ്പ്രൈൻ ടൂൾ ആണ്. അടുത്ത ചോദ്യം, ടു ഡ്രോ എ സർക്കിൾ യൂസിങ് എ സെന്റർ പോയിന്റ് ആൻഡ് റേഡിയസ് വിച്ച് ഓപ്ഷൻ ഈസ് യൂസ്ഡ്? സെന്റർ ആൻഡ് റേഡിയസ്. സർക്കിൾ വരയ്ക്കാൻ കുറെ മെത്തേഡ് ഉണ്ട്, 6 മെത്തേഡോളം ഉണ്ട്. അതിൽ ഏത് മെത്തേഡാണ് നമുക്ക് സെന്ററും റേഡിയസും കിട്ടിയ യൂസ് ചെയ്യുന്നത്? സെന്റർ റേഡിയസ് വേണ്ട മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. സെന്ററും ഡയമീറ്റർ ആണ് ഈ മെത്തേഡ് യൂസ് ചെയ്യാം. 2 പോയിന്റ് 2 പോയിന്റ് ഓൾറെഡി അറിയാണെങ്കിൽ ഈ മെത്തേഡ് യൂസ് ചെയ്യാം. 3 പോയിന്റ് വെച്ചിട്ട് യൂസ് ചെയ്യാം. ടാൻജന്റും റേഡിയസും 3 ടാൻജന്റ്, അങ്ങനെ 6 മെത്തേഡ് നമുക്ക് സർക്കിൾ വരയ്ക്കാനുള്ള മെത്തേഡുകളുണ്ട്. വിച്ച് കമാൻഡ് ഡ്രോ എ സിമെട്രിക്കൽ ഓവൽ ഷേപ്പ് ഇൻ ഓട്ടോകാഡ്? ഇതിലുള്ള ഓപ്ഷനിൽ എലിപ്സ് ആണ് അതിന്റെ ആൻസർ. എലിപ്സ് ആണ് ഒരു ഓവൽ ഷേപ്പ് ഉള്ളത്. ആർക്ക്, സർക്കിൾ, സ്പ്രൈൻ, ഈ 4 ഓപ്ഷനിൽ എലിപ്സ് ആണ് ഒരു ഓവൽ ഷേപ്പ് ആയിട്ടുള്ളത്. വാട്ട് ഡസ് ദി ആർക്ക് കമാൻഡ് ക്രിയേറ്റ്? ആർക്ക് പറഞ്ഞാൽ പാർട്ട് ഓഫ് എ സർക്കിൾ. അതായത് ആർക്ക് നമുക്ക് 12 മെത്തേഡ് ഉണ്ട് ആർക്ക് ക്രിയേറ്റ് ചെയ്യാൻ. ജസ്റ്റ് ആർക്ക് ടൈപ്പ് 12 13 മെത്തേഡ് ഉണ്ട്. 1 2 3 4 5 6 7 8 9 10 11 മെത്തേഡ് ആണ്. അപ്പൊ ആർക്ക് ഇതിൽ ഏത് മെത്തേഡിനും വരയ്ക്കാം. ആർക്ക് പറഞ്ഞാൽ ഒരു സർക്കിളിന്റെ ഒരു ചെറിയ പോർഷൻ, അതിനാണ് ആർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ആർക്ക് പറഞ്ഞാൽ പാർട്ട് ഓഫ് എ സർക്കിൾ വരയ്ക്കാനാണ് ആർക്ക് കമാൻഡ് യൂസ് ചെയ്യുക. What is the use of polyline command in AutoCAD? Create a series draw connected segments as a one object. കണ്ടാ, draw connected segments as one object. അതായത് പോളിലൈൻ യൂസ് ചെയ്ത് നമ്മൾ ലൈൻസ് വരച്ചു വിചാരിക്കുക. ജസ്റ്റ് ഞാൻ പോളിലൈൻ യൂസ് ചെയ്തു, അതിനുശേഷം കുറച്ച് ലൈൻസ് ഇങ്ങനെ വരച്ചു കൊടുത്തു, അതിനുശേഷം എസ്കേപ്പ് അടിച്ചു. ഈ ഒരു ഒബ്ജക്ട് സെലക്ട് ചെയ്യാൻ ഈ 3 സെഗ്മെന്റും ഒറ്റ സെലക്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റും. അതായത് 3 സെഗ്മെന്റ് കൂടിയിട്ട് ഒരു ഒറ്റ ഒബ്ജക്ട് ആയിട്ടാണ് നിലനിൽക്കുന്നത്. പകരം ജസ്റ്റ് ലൈൻ കമന്റ് ഞാൻ യൂസ് ചെയ്തു. ലൈൻ കമന്റ് യൂസ് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചു, ലൈൻ വരച്ചു, 3 ലൈൻ വരച്ചു, ജസ്റ്റ് എസ്കേപ്പ് അടിച്ചു. സിംഗിൾ സെലക്ഷൻ പറഞ്ഞാൽ ഈ ഒരു ലൈൻ മാത്രം സെലക്ട് ആവുള്ളൂ. അപ്പൊ 3 ലൈന് സെപ്പറേറ്റ് ഒബ്ജക്ട് ആണ്. പോളിലൈൻ വരച്ചാൽ 3 ലൈൻ കൂടി ഒറ്റ ഒബ്ജക്ട് ആണ്. ഡ്രോ കണക്ടഡ് സെഗ്മെന്റ്സ് ആസ് എൻ വൺ ഒബ്ജക്ട്. Which tool is used to draw a freeform connected shape that can contain both lines and arc? Polyline. അതായത് പോളിലൈൻ യൂസ് ചെയ്ത് നമുക്ക് വരയ്ക്കുമ്പോൾ സബ് ഓപ്ഷൻസ് കിട്ടും. ജസ്റ്റ് പോളിലൈൻ ക്ലിക്ക് ചെയ്തു, ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. നമുക്ക് ലൈൻസ് ആയിട്ട് വരയ്ക്കാം. ആർക്ക് വരയ്ക്കണമെങ്കിൽ ജസ്റ്റ് ആ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആർക്ക് രൂപത്തിൽ വരയ്ക്കാൻ പറ്റും. അപ്പൊ പോളിലൈൻ യൂസ് ചെയ്ത് നമുക്ക് ലൈൻ വരയ്ക്കാൻ പറ്റും, ആർക്ക് വരയ്ക്കാൻ പറ്റും, ഇതൊക്കെ വരയ്ക്കാൻ പറ്റും. ആണ് പോളിലൈൻ. Which draw tool lets you insert predefined objects like doors, windows or symbols? ബ്ലോക്ക് ആണ് നമ്മൾ യൂസ് ചെയ്യുക. നമ്മൾ ഓൾറെഡി ഡോർസോ വിൻഡോസോ എന്തെങ്കിലുമൊക്കെ ഓൾറെഡി വരച്ച് നമ്മൾ ബ്ലോക്ക് ആയിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഇൻസേർട്ട് ചെയ്യാൻ ജസ്റ്റ് ഐ ടൈപ്പ് ചെയ്താൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇൻസേർട്ട് കമാൻഡ്. അപ്പൊ നമ്മൾ വരച്ച ബ്ലോക്കുകളൊക്കെ ഷേപ്പ് കിട്ടും. ഡോറ്, വിൻഡോസ്, അതൊക്കെ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തതോടെ കിട്ടുന്നുണ്ടാവും. നമുക്ക് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്താൽ മതി. അപ്പൊ ബ്ലോക്ക് ആയിട്ട് വരച്ചത് നമുക്ക് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഇൻസേർട്ട് കമാൻഡ് യൂസ് ചെയ്യാം. ബ്ലോക്ക് യൂസ് ചെയ്യുന്നത് എന്തിനാ? വിൻഡോസ്, സിമ്പിൾസ്, ഇതൊക്കെ ഡോർസ്, ഇതൊക്കെ നമ്മൾ ഒരു ഗ്രൂപ്പ് ഒരു ബ്ലോക്ക് രൂപത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. Which draw tools let you insert? ഇൻസേർട്ട് കമാൻഡ് യൂസ് ചെയ്തിട്ട് ഡിഫറെന്റ് ഒബ്ജക്ട്സ് ലൈക്ക് ഡോർസ്, വിൻഡോസ് ഓർ സിമ്പിൾസ് കൊണ്ടുവരാൻ യൂസ് ചെയ്യുന്നത് ബ്ലോക്ക് ആണ്. അപ്പോൾ ബ്ലോക്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇൻസേർട്ട് കമാൻഡ് യൂസ് ചെയ്തിട്ട് കൊണ്ടുവരാൻ പറ്റും. To the construction line command is used to draw thick walls, create infinite reference lines. അതാണ് കൺസ്ട്രക്ഷൻ ലൈൻ യൂസ് ചെയ്യുന്നത്. കൺസ്ട്രക്ഷൻ ലൈനിന്റെ കമാൻഡ് പറഞ്ഞാൽ എക്സൽ ആണ്. എക്സ് ലൈൻ, എക്സൽ ടൈപ്പ് ചെയ്താൽ കൺസ്ട്രക്ഷൻ ലൈൻ കിട്ടും. കണ്ട, എക്സൽ ലൈൻ, കൺസ്ട്രക്ഷൻ ലൈൻ. അല്ലെങ്കിൽ നമുക്ക് ഡ്രോ മൾട്ടിപ്പിൾ ഓപ്ഷൻ ഉണ്ട്. ഡ്രോ മൾട്ടിപ്പിൾ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അതിൽ നിന്ന് കണ്ട കൺസ്ട്രക്ഷൻ ലൈൻ്റെ ഓപ്ഷൻ കണ്ട, ഇതാണ് കൺസ്ട്രക്ഷൻ ലൈൻ. അങ്ങനെ ക്ലിക്ക് ചെയ്യുക. അതായത് ജസ്റ്റ് വരച്ചു കൊടുത്ത ആ ഒരു പോയിന്റിൽ അതിന്റെ 2 സൈഡിലേക്കും ഇൻഫിനിറ്റ് ലെങ്ത് ഉള്ള ഒരു ലൈൻസ് കിട്ടിയിരിക്കും. അതാണ് കൺസ്ട്രക്ഷൻ ലൈൻ. ക്രിയേറ്റ് ഇൻഫിനിറ്റ് റെഫറൻസ് ലൈൻ, അത് കൺസ്ട്രക്ഷൻ. റേ കമാൻഡ് ഈസ് യൂസ്ഡ് ടു ഡ്രോ ആൻ ഇൻഫിനിറ്റ് ലൈൻ ഇൻ വൺ ഡയറക്ഷൻ. അതായത് റേ ലൈൻസ് പറഞ്ഞാൽ അതിന്റെ തൊട്ടപ്പുറത്തുള്ളത്, കൺസ്ട്രക്ഷൻ ലൈനിന്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ളത്. അതായത് ഒരു സിംഗിൾ ഡയറക്ഷനിലായിരിക്കും. കണ്ട, ഇതാണ് റയൻ അടുത്തുള്ളത്. ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, അതിന്റെ കണ്ട റൈറ്റ് സൈഡിൽ മാത്രം, അപ്പൊ ലെഫ്റ്റ് സൈഡിൽ. അതായത് ആ പോയിന്റിൽ നിന്ന് ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ മാത്രം ഇൻഫിനിറ്റ് ലെങ്ത് ലൈൻസ് വരയ്ക്കാനാണ് റേ കമാൻഡ് യൂസ് ചെയ്യുക. വിച്ച് കമാൻഡ് ഈസ് യൂസ്ഡ് ടു മൂവ് ആൻ ഒബ്ജക്ട് ഫ്രം ലൊക്കേഷൻ ടു അനദർ? മൂവ് കമാൻഡ് ആണ് മൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ട്രിം കമാൻഡ് ഈസ് യൂസ്ഡ് ടു, ട്രിം കമാൻഡ് പറഞ്ഞാൽ അൺനെസസറി പാർട്സ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രിം കമാൻഡ് യൂസ് ചെയ്യുക. ട്രിമിന്റെ ഷോർട്ട് കീ പറഞ്ഞാൽ TR ആണ്. Which command duplicates objects in AutoCAD? Copy command ആണ് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് യൂസ് ചെയ്യുന്നത്. What is the use of the rotate command? Turn objects around a base point. ബേസ് പോയിന്റിൽ നിന്ന് ഒരു ബേസ് പോയിന്റിൽ നിന്ന് ഒബ്ജക്ട് ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൊട്ടേറ്റ് കമാൻഡ് യൂസ് ചെയ്യുന്നത്. Which command is used to mirror selected object across an axis? മിറർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് മിറർ ചെയ്യാൻ വേണ്ടിയിട്ട്. What is the use of the extend command? Extend കമാൻഡ് പറഞ്ഞാൽ lengthen objects to meet edges. ഒരു എഡ്ജ് കാണുന്നവരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് extend കമാൻഡ് യൂസ് ചെയ്യുക. പിന്നെ the stretch command is used to, stretch command പറഞ്ഞാൽ pull parts of the object to new location. ഒരു ന്യൂ ലൊക്കേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് stretch command യൂസ് ചെയ്യുക. Which command removes selected objects from the drawings? Erase command ആണ് നമുക്ക് selected objects from drawings നിന്ന് യൂസ് ചെയ്യുന്നത് കമാൻഡ്. What is the offset command do? Create a copy at a specified distance.
സ്പെസിഫൈഡ് ഡിസ്റ്റൻസിൽ നമുക്ക് ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഓഫ്സെറ്റ് കമാൻഡ് യൂസ് ചെയ്യാൻ. Which command is used to enlarge or reduce an object proportionally? Enlarge or reduce, അതായത് സ്കെയിൽ കമാൻഡ്. സ്കെയിൽ കമാൻഡ് ആണ് നമുക്ക് സ്കെയിൽ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അതായത് ഉള്ള ഷേപ്പിനെ എൻലാർജ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ചെറുതാക്കുക, റെഡ്യൂസ് ചെയ്യുക, അതിന് യൂസ് ചെയ്യുന്നതാണ് സ്കെയിൽ കമാൻഡ്. ദി അറേ കമാൻഡ് ക്രിയേറ്റ്സ്. അറേ കമാൻഡ് പറഞ്ഞാൽ എ പാറ്റേൺ ഓഫ് മൾട്ടിപ്പിൾ കോപ്പീസ് ക്രിയേറ്റ് ആണ് അറേ കമാൻഡ് യൂസ് ചെയ്യുക. നമുക്ക് പോളാർ അറേ ഉണ്ട്, റെക്ടാംഗുലർ അറേ ഉണ്ട്, പാത്ത് അറേ ഉണ്ട്. 3 ടൈപ്പ് അറേ നമ്മുടെ ഓട്ടോകാഡിലുണ്ട്. What is the function of the join command? Join similar objects form a single unbroken object. Join commands പറഞ്ഞാൽ ഞാനിപ്പോ മൊത്തം ഡിലീറ്റ് ചെയ്യുന്നു. അതിനുശേഷം കുറച്ച് ലൈൻസ് വരച്ചു കൊടുത്തിരിക്കുക. ഒരു ലൈൻ വരച്ചു, ജസ്റ്റ് എസ്കേപ്പ് അടിച്ചു, ജസ്റ്റ് ഒരു ലൈൻ വരച്ചു, അടുത്ത ലൈൻ വരച്ചു, അടുത്ത ലൈൻ വരച്ചു. അപ്പൊ ഈ 3 ലൈൻസും സെപ്പറേറ്റ് സെഗ്മെന്റ്സ് ആണ്. അതിന് പകരം എനിക്ക് ഒരു സിംഗിൾ ഒബ്ജക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ആദ്യം ഈ 3 ലൈൻസ് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം മോഡിഫൈ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ജോയിൻ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ജോയിൻ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ജോയിന്റെ ഷോർട്ട് കീ ആയിട്ട് ടൈപ്പ് ചെയ്താൽ മതി. ഇപ്പൊ കണ്ട ഞാൻ സെലക്ഷൻ ചെയ്യുമ്പോൾ കറക്റ്റ് സിംഗിൾ സെലക്ഷൻ എനിക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ജോയിൻ കമാൻഡിന്റെ ഷോർട്ട് കീ പറഞ്ഞാൽ ജെ ആണ്. വിച്ച് കമാൻഡ് ബ്രേക്സ് ആൻ ഒബ്ജക്ട് ഇൻ ടു 2 പാർട്സ്? എക്സ്പ്ലോഡ്, ബ്രേക്ക്, റേസ്. അതിന്റെ ആൻസർ പറഞ്ഞാൽ ബ്രേക്ക് ആണ്. ബ്രേക്ക് യൂസ് ചെയ്ത് നമുക്കൊരു ലൈൻസ് നമുക്ക് 2 പാർട്സ് ആക്കാൻ പറ്റും. ഇപ്പൊ ഞാനിവിടെ ലൈൻ വരച്ചു കൊടുത്തു, ജസ്റ്റ് ഒരു ലൈൻ വരച്ചു. ഈ ലൈൻ പറഞ്ഞാൽ ജസ്റ്റ് ഒരു സിംഗിൾ ഒബ്ജക്റ്റ് ആണ്. ഈ ഒരു സിംഗിൾ ഒബ്ജക്റ്റിനെ എനിക്ക് 2 പോർഷൻ ആക്കണമെങ്കിൽ ജസ്റ്റ് PR, ബ്രേക്ക് കമാൻഡിന്റെ ഷോർട്ട് കീ PR ആണ്. ജസ്റ്റ് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഒബ്ജക്റ്റ് എവിടെയാണോ ആ ഒബ്ജക്റ്റ് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏത് പോയിന്റിലാണോ ബ്രേക്ക് ചെയ്യുന്നത് ആ പോയിന്റിൽ ജസ്റ്റ് ബ്രേക്ക് ചെയ്താൽ നമുക്ക് 2 ഒബ്ജക്റ്റ് ആയിട്ട് കിട്ടും. അതിനാണ് ബ്രേക്ക് കമാൻഡ് യൂസ് ചെയ്യുക. Which command breaks an object into 2 parts? Break command use ചെയ്ത് നമുക്ക് 2 parts ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റും. Explode command is used to separate a compound object into individual objects. അതായത് ഇപ്പോൾ ഞാൻ ഈ ഒരു ഒബ്ജക്റ്റ് ഞാൻ ജോയിൻ ചെയ്യണം 3 ഒബ്ജക്റ്റ് കൂടിയിട്ട്. ജസ്റ്റ് ഞാൻ ജോയിൻ ചെയ്തു, മോഡിഫൈ, ജോയിൻ കൊടുത്തു. ഇപ്പൊ ഈ ഒബ്ജക്റ്റ് പറഞ്ഞ 3 ലൈൻ കൂടിയിട്ട് ഒരു സിംഗിൾ ഒബ്ജക്റ്റ് ആണ്. എനിക്ക് ഇതിനെ 3 സെപ്പറേറ്റ് ആക്കണമെങ്കിൽ ജസ്റ്റ് 3 ലൈൻ, ജസ്റ്റ് ഈ ലൈൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം എക്സ്പ്ലോഡ് എന്ന കമന്റ് ഉണ്ട്, എക്സ് ആണ് അതിന്റെ ഷോർട്ട് കീ, എക്സ്പ്ലോഡ് കമന്റ്. അതിനുശേഷം ജസ്റ്റ് എൻ്റർ അടിക്കുക. അപ്പൊ നമുക്ക് ഈ 3 ലൈൻസും സെപ്പറേറ്റ് ലൈൻസ് ആയി മാറിയിട്ടുണ്ടായിരിക്കും. അതാണ് എക്സ്പ്ലോഡ് കമാൻഡ് യൂസ് ചെയ്യുന്നത്. വാട്ട് ഡസ് ദി ഫില്ലറ്റ് കമാൻഡ് ഡു ഇൻ ഓട്ടോകാഡ്? റൗണ്ട്സ് ദി കോർണർ ബിറ്റ്വീൻ 2 ഒബ്ജക്ട്സ്. അതായത് ഞാൻ ലൈൻ ടൂൾ എടുത്തു, അതിനുശേഷം ഫസ്റ്റ് പോയിന്റ് ഒരു 50 സെന്റിമീറ്റർ എത്ര വെച്ചാൽ വരയ്ക്കുക, ഒരു സ്പെസിഫൈഡ് ഡിസ്റ്റൻസ് 50 വരച്ചു. അതിനുശേഷം താഴേക്ക് ഒരു 50 വരച്ചു, 50. ഞാൻ വളരെ ചെറുതാണ് വരച്ചിട്ടുള്ളത്, ഞാൻ സൂം ചെയ്താലേ കാണാൻ. നമുക്ക് ഫില്ലറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് F ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. അതിനുശേഷം റേഡിയസ് എത്രയാണ് വേണ്ടത്, റേഡിയസ് ടൈപ്പ് ചെയ്യുക. 5 ആണെങ്കിൽ 5 ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് ലൈൻ ജസ്റ്റ് സെലക്ട് ചെയ്യുക, സെക്കൻഡ് ലൈൻ സെലക്ട് ചെയ്യുക. കണ്ട നമുക്കൊരു കർവ് പോർഷനിൽ റൗണ്ട് കർവ് ഷേപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഫില്ലറ്റ് കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുക. വാട്ട് ഡസ് ദി ഫില്ലറ്റ് കമാൻഡ് ഇൻ ഓട്ടോകാഡ്? റൗണ്ട്സ് ദി കോർണർ ബിറ്റ്വീൻ 2 ഒബ്ജക്ട്സ്. Which command adds a beveled edge between 2 lines? അതിന് യൂസ് ചെയ്യുന്നതാണ് ചാംഫർ കീ. ചാംഫർ ടൂൾ ആണ് അതിന് യൂസ് ചെയ്യുക. ചാംഫറും ഫില്ലറ്റ് പോലെ തന്നെയാണ്. ജസ്റ്റ് CH ടൈപ്പ് ചെയ്തു, ചാംഫറിന്റെ ഷോർട്ട് കീ ജസ്റ്റ് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഡിസ്റ്റൻസ് ടൈപ്പ് ചെയ്ത്, അതിനുശേഷം ചാംഫർ ഫസ്റ്റ് ഡിസ്റ്റൻസ് ഞാൻ 7 കൊടുത്തു, എൻ്റർ അടിച്ചു. സെക്കൻഡ് ചാംഫർ ഡിസ്റ്റൻസ് 8 കൊടുത്തു, എൻ്റർ അടിച്ചു. അതിനുശേഷം ഫസ്റ്റ് ലൈൻ സെലക്ട് ചെയ്തു, സെക്കൻഡ് ലൈൻ സെലക്ട് ചെയ്തു. ഇപ്പോൾ ചാംഫർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കൊരു കർവ് ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം ഒരു ചാംഫർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ചാംഫർ ടൂൾ യൂസ് ചെയ്യാം, ബിവൽഡ് എഡ്ജ് പോലെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. വിച്ച് കമാൻഡ് ആഡ്സ് എ ബിവൽഡ് എഡ്ജ് ബിറ്റ്വീൻ 2 ലൈൻസ്? അതിന് യൂസ് ചെയ്യാണ് ചാംഫർ. ദ ലെങ്തൻ കമാൻഡ് ഈസ് യൂസ്ഡ് ടു. ലെങ്തൻ കമാൻഡ് പറഞ്ഞാൽ ചേഞ്ചസ് ദി ടോട്ടൽ ലെങ്ത് ഓഫ് എൻ ഒബ്ജക്ട്, അതിനാണ് ലെങ്തൻ കമാൻഡ്സ് യൂസ് ചെയ്യുക. വാട്ട് ഡസ് ദി അലൈൻ കമാൻഡ് യൂസ്? അലൈൻസ് ആൻഡ് ഓപ്ഷണലി സ്കെയിൽസ് റൊട്ടേറ്റ്സ് ഒബ്ജക്ട്സ്. അലൈൻ്റെ ഷോർട്ട് കീ പറഞ്ഞ AL ആണ്. ജസ്റ്റ് AL ടൈപ്പ് ചെയ്ത അലൈനിന്റെ ഷോർട്ട് കീ കിട്ടും. AL. ഞാനിപ്പോ അവിടെ ഒരു ടോപ്പ് വ്യൂ, വീണ്ടും ജസ്റ്റ് ടോപ്പ് വ്യൂ ഓൺ ആക്കാണ്. കസ്റ്റം വ്യൂടെ അവിടെ ടോപ്പ് വ്യൂ ഓൺ ആക്കി. ഞാനൊരു റെക്ടാംഗിൾ വരയ്ക്കാണ്, REC. ജസ്റ്റ് ഒരു റെക്ടാംഗിൾ വരച്ചു. ഓക്കെ, ഈ റെക്ടാംഗിൾ എനിക്ക് ഇതിനോട് അലൈൻ ചെയ്യണമെന്ന് വിചാരിക്കുക. ഇപ്പൊ AL ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. അതിനുശേഷം ഏത് ഒബ്ജക്റ്റ് ആണ് അലൈൻ ചെയ്യേണ്ടത് ആ ഒരു ഒബ്ജക്റ്റ് ജസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക, എൻ്റർ അടിക്കുക. ഫസ്റ്റ് സോഴ്സ് പോയിന്റ്, ഞാൻ ഫസ്റ്റ് സോഴ്സ് പോയിന്റ് എവിടേക്കാണ് അലൈൻ ചെയ്യേണ്ടത്, ഇത് ഈ ഒരു ഒബ്ജക്റ്റ്, അതിന്റെ സോഴ്സ് പോയിന്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക.
ഇനി ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിന്റ് ഞാൻ ഈ ഒരു ജസ്റ്റ് ഇത് ഓൺ ആക്കി കൊടുക്കുകയാണ്. ഈ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിന്റ് ഞാൻ ഈ ഒരു പോയിന്റിലേക്ക് കൊടുത്തു. സെക്കൻഡ് സോഴ്സ് പോയിന്റ് ഇവിടെ കൊടുത്തു. സെക്കൻഡ് ഡെസ്റ്റിനേഷൻ പോയിന്റ് ഈ ഒരു പോയിന്റ് കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. നമുക്ക് സ്കെയിൽ ചെയ്യുമ്പോൾ സോഴ്സിന്റെ ലെങ്ത്തും ഒബ്ജക്ട് എന്താ ഡെസ്റ്റിനേഷൻ ലെങ്ത് വ്യത്യാസം ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് സ്കെയിൽ ചെയ്യണമെങ്കിൽ സ്കെയിൽ ചെയ്യുക. അപ്പൊ എസ് കൊടുത്താൽ നമുക്ക് അതിനനുസരിച്ച് സ്കെയിൽ ചെയ്യാൻ പറ്റും. ഈ റെക്ടാങ്കിൾ ഉണ്ടാവും. ഈ ഒരു ലൈനിനോട് നമ്മൾ എങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടാവുക അതിനനുസരിച്ച് അലൈനായിട്ട് കിട്ടും. അതിനാണ് അലൈൻ കമാൻഡ് യൂസ് ചെയ്യുന്നത്. വിച്ച് കമാൻഡ് റിവേഴ്സ് ദി ഡയറക്ഷൻ ഓഫ് എ പോളിലൈൻ ഓർ സ്പ്ലൈൻ, അതിന് യൂസ് ചെയ്യുന്നതാണ് റിവേഴ്സ് കമാൻഡ്. റിവേഴ്സ് കമാൻഡ് അവിടെ കിടക്കുന്ന പറഞ്ഞാൽ ഈ മോഡിഫൈ ടാബ് ഉണ്ട്. മോഡിഫൈ ടാബിൽ കണ്ട ഈ 2 arrow അങ്ങോട്ട് കൊണ്ട് കിടക്കുന്നുണ്ടല്ലേ, അതാണ് റിവേഴ്സ് കമാൻഡ്. How can you modify a rectangular or polar array after it is created? Use edit array. Edit array എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതും modify എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. മോഡിഫൈയില് കണ്ട എഡിറ്റ് array എന്നുള്ള ഓപ്ഷൻ കാണാം. ഈ ഓപ്ഷനാണ് എഡിറ്റർ. What is the result of using explode on a block? ഒരു ബ്ലോക്കിൽ നമ്മൾ എക്സ്പ്ലോഡ് ചെയ്താൽ അത് സെപ്പറേറ്റ് ആയിട്ട് ബ്രേക്സ് ഇറ്റ് ഇൻഡിവിജ്വൽ കമ്പോണൻസ്, അതായത് അത് സെപ്പറേറ്റ് കമ്പോണൻസ് ആവും. വാട്ട് ഇസ് ദി പർപ്പസ് ഓഫ് എൻ അനോട്ടേഷൻ ഇൻ ഓട്ടോകാഡ്? അനോട്ടേഷൻ ടാബ് പറഞ്ഞാൽ ഈ ഒരു ടാബാണ്. അതിൽ നമുക്ക് എന്തൊക്കെ ഉണ്ട്? ഡയമെൻഷൻസ് ഉണ്ട്, ഡയമെൻഷൻ സ്റ്റൈൽ ഉണ്ട്, മൾട്ടി ലീഡർ ടേബിൾ ഒക്കെ ഉണ്ട്. അപ്പൊ അത് നമ്മൾ എന്തിനു യൂസ് എന്ന് പറഞ്ഞാൽ ആഡ് എക്സ്പ്ലനേറ്ററി ടെക്സ്റ്റ് ആൻഡ് മെഷർമെന്റ്സ്, അതിനാണ് യൂസ് ചെയ്യുന്നത്. വിച്ച് കമാൻഡ് ഈസ് യൂസ്ഡ് ടു ആഡ് മൾട്ടി ലൈൻ ടെസ്റ്റ് ഇൻ ഓട്ടോകാഡ്? എം ടെസ്റ്റ്. അതായത് മൾട്ടി ലൈൻ യൂസ് ചെയ്യുന്നത് ടെസ്റ്റ് 2 ടൈപ്പ് ഉണ്ട്. അതിൽ മൾട്ടി ലൈൻ ടെസ്റ്റ് ഉണ്ട്, സിംഗിൾ ടെസ്റ്റ് ഉണ്ട്. മൾട്ടി ലൈൻ ടെസ്റ്റിന്റെ ഷോർട്ട് കീ പറഞ്ഞാൽ എം ടെസ്റ്റ് ആണ്. അടുത്ത വാട്ട് ഇസ് ദി ഡിം ലീനിയർ? അതായത് ആഡ്സ് ലീനിയർ ഡയമെൻഷൻസ് ഹൊറിസോണ്ടൽ ഓർ വെർട്ടിക്കലി. നമുക്ക് ആംഗിൾസ് അളക്കാൻ മെഷർ ചെയ്യാൻ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ലീനിയർ, അലൈൻഡ്, ആംഗുലാർ, ആർക്ക് ലെങ്ത്. അതിൽ ലീനിയറിന്റെ പറയുന്ന പേരാണ് ഡിം ലീനിയർ. അലൈൻഡ് പറയുന്ന സ്പെല്ലിംഗ് ആണ് ഡിം ഡയമെൻഷൻ അലൈൻഡ്. അതിന് പിന്നെ ആംഗുലാർ പറഞ്ഞാൽ ഡിം ആംഗുലാർ, ഡയമെൻഷൻ ആംഗുലാർ, അങ്ങനെയുള്ള കളർ. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞാൽ വിച്ച് ഡയമെൻഷൻ കമാൻഡ് ഇസ് യൂസ്ഡ് ടു മെഷർ ആംഗിൾസ് ബിറ്റ്വീൻ 2 ലൈൻസ്? അതിന് പറയുന്നതാണ് ഡിം ആംഗുലാർ. Which tool adds a leader line with a narrow and test? Q leader ആണ് യൂസ് ചെയ്യുക. Q leaderന്റെ ഷോർട്ട് കീ പറഞ്ഞാൽ QL ടൈപ്പ് ചെയ്താൽ മതി. ലീഡർ ലൈൻ വിത്ത് ആരോ ആൻഡ് ടെസ്റ്റ്, ആരോ ടെസ്റ്റും കൂടി കിട്ടുന്നതാണ് Q leader. അതിന്റെ ഷോർട്ട് കീ പറഞ്ഞാൽ QL ആണ്. The time style command is used to. Time style command പറഞ്ഞാൽ create or modify dimension style. അതിനാണ് time style യൂസ് ചെയ്യുന്നത്. Which command lets you apply dimension aligned to the object even if it is an angle? Dim linear. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ രണ്ടാമത്തെ ഓപ്ഷൻ. റിയൽ ലെങ്ത് കിട്ടാൻ യൂസ് ചെയ്ത ഡിം അലൈൻഡ്, അതിന് പറയുന്ന പേരാണ് എന്താ ഡിം അലൈൻഡ് ആണ് അതിന്റെ ഓപ്ഷൻ. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക. എവിടെയാണോ വേണ്ടത് ആ പോയിന്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. സെക്കൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ചേർന്നിട്ടുള്ള ലെങ്ത് കിട്ടും. കണ്ടാ സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഡിസ്റ്റൻസ് ആണ് കിട്ടും. കണ്ടാ അതിനാണ് ഡിം അലൈൻഡ് യൂസ് ചെയ്യുന്നത്. അതിന്റെ ഓപ്ഷൻസ് പറഞ്ഞാൽ ഡിം അലൈൻ ആണ് അതിന്റെ ആൻസർ. വാട്ട് ഈസ് ദി പ്രൈമറി പർപ്പസ് ഓഫ് യൂസിംഗ് ലെയേഴ്സ് ഇൻ ഓട്ടോകാഡ്? ലെയേഴ്സ് പറഞ്ഞാൽ ടു ഓർഗനൈസ് ഡ്രോയിങ് ഒബ്ജക്ട്സ് ബൈ കാറ്റഗറി. നമുക്ക് ഒരു വീഡിയോ വരയ്ക്കുമ്പോൾ ഡോട്ട്സ് സെപ്പറേറ്റ് ഒരു ലെയറിൽ ക്രിയേറ്റ് ചെയ്യാം, വിൻഡോസ് സെപ്പറേറ്റ് ലെയർ, വോൾ സെപ്പറേറ്റ് ലെയർ, കളറൊക്കെ സെപ്പറേറ്റ് കൊടുക്കാൻ യൂസ് ചെയ്യുന്നതാണ് ലെയർ പ്രോപ്പർട്ടീസ്. വാട്ട് ഹാപ്പൻസ് വെൻ എ ലെയർ ഈസ് ഫ്രോസൺ? ലെയർ ഫ്രോസൺ ഓപ്ഷൻ യൂസ് ചെയ്താൽ അത് ഇൻവിസിബിൾ ആയിരിക്കും. ആ ലെയർ നമുക്ക് കാണാൻ പറ്റില്ല, ഇൻവിസിബിൾ ആയിട്ടായിരിക്കും. കമാൻഡ് ടു ഇൻസേർട്ട് എ ബ്ലോക്ക് ഇൻ ടു യുവർ ഡ്രോയിങ്. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഇൻസേർട്ട് കമാൻഡ്. ഇൻസേർട്ട് ഓപ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബ്ലോക്ക് ആയിട്ട് വരച്ച ഡോട്ട്സ് വിൻഡോസ് ഒക്കെ ഇൻസേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഇൻസേർട്ട് കമാൻഡ്. അതിന് ഷോർട്ട് കീ പറഞ്ഞാൽ ഐ ആണ്. ജസ്റ്റ് ഐ ടൈപ്പ് ചെയ്യാൻ എൻ്റർ അടിക്കുക. കണ്ട ഐ, ജസ്റ്റ് ഐ ടൈപ്പ് ചെയ്താൽ മതി. ഐ ടൈപ്പ് ചെയ്താൽ തന്നെ അതിന് ഷോർട്ട് കീ പറഞ്ഞാൽ ഇൻസേർട്ടിന്റെ ഓപ്ഷൻ വരും. ഐ ജസ്റ്റ് എൻ്റർ. കണ്ട എൻ്റർ അടിച്ചാൽ ഇൻസേർട്ട് ചെയ്യാൻ ഓപ്ഷൻസ് മൊത്തം കിട്ടും. Which of the following is not a valid layer property? Layer property ഇതിൽ ഏതാണ് വാലിഡ് അല്ലാത്തത്? കളർ, ലൈൻ ടൈപ്പ്, ടെക്സ്റ്റൈൽ, ലൈൻ വെയിറ്റ്. ടെക്സ്റ്റൈൽ ആണ് അതിലില്ലാത്തത്. ലെയർ പ്രോപ്പർട്ടീസ് പറഞ്ഞാൽ നമുക്കിവിടെ ലെയർ പ്രോപ്പർട്ടീസ് കൊണ്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറെ ഓപ്ഷൻസ് കിട്ടും. കളർ ഉണ്ട്, ലൈൻ ടൈപ്പ് ഉണ്ട്, ലൈൻ വെയിറ്റ് ഉണ്ട്, അങ്ങനെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നമ്മുടെ ഈ ഓപ്ഷൻസിൽ അതൊക്കെ ഉണ്ട്. പക്ഷെ ടെക്സ്റ്റൈൽ കൊണ്ടുള്ള ഓപ്ഷൻ ലെയർ പ്രോപ്പർട്ടിയിൽ ഇല്ല. വാട്ട് ഈസ് ദി ബ്ലോക്ക് കമാൻഡ് യൂസ്ഡ് ഫോർ? ബ്ലോക്ക് കമാൻഡ് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്ട് ഇൻ ടു സിംഗിൾ റീയൂസബിൾ ഒബ്ജക്ട്. നമ്മൾ ബ്ലോക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 90 സെന്റിമീറ്റർ എടുത്തുള്ള ഡോർ എവിടേക്ക് വരുന്നുണ്ടോ അപ്പൊ ഒക്കെ നമുക്ക് ഈ ഒരു ബ്ലോക്ക് മാത്രം യൂസ് ചെയ്താൽ മതി. നമുക്ക് ഇടയ്ക്കിടയ്ക്കായി ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനാണ് ബ്ലോക്ക് കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
Which command allows you to break apart a block into individual components? Explode command use ചെയ്ത block separate ആയിരിക്കും. What does the lasso command do? Lasso command പറഞ്ഞാൽ temporarily hides all layers except selected ones. അതിനാണ് lasso command യൂസ് ചെയ്യുന്നത്. ലെയർ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. What does the ortho mode in AutoCAD? Ortho mode പറഞ്ഞാൽ restrict cursor movement to horizontal and vertical direction. അതിന്റെ ഷോർട്ട് കീ പറഞ്ഞാൽ F8 ആണ്. Which key toggles the snap mode and on and F? അതിന്റെ ഷോർട്ട് കീ F9. What is the function of polar tracking? Polar tracking പറഞ്ഞാൽ restrict angle to user defined increments and ഷോർട്ട് കീ F10 ആണ്. Which feature helps you automatically snap to endpoints, midpoint and centers of snap, object snap? F8 is the shortcut for ortho mode. Which status bar tools allow cursor movement only in a defined grid spacing, snap mode? What does the dynamic input feature do? Displays command input near the cursor. അതായത് ആംഗിളും ഡിസ്റ്റൻസും നമ്മൾ ലൈൻ വരയ്ക്കുമ്പോൾ അത് എത്ര ലെങ്ത് ഉണ്ട് എത്ര ആംഗിൾ വരയ്ക്കുന്നതൊക്കെ നമ്മൾ വരയ്ക്കുന്ന കഴ്സറിന്റെ തൊട്ട് സൈഡിൽ തന്നെ കാണിക്കും. അതിനാണ് യൂസ് ചെയ്യുക. ഡിസ്പ്ലേ കമാൻഡ് ഇൻപുട്സ് നിയർ ദി കഴ്സർ. വാട്ട് ഇസ് ദി അനോട്ടേഷൻ സ്കെയിൽ ബട്ടൺ ഇൻ ദി സ്റ്റാറ്റസ് ബാർ? യൂസ് ആണ് ചോദിക്കുന്നത്. ടു കൺട്രോൾ സ്കെയിൽ ഓഫ് അൺആക്ടിവേറ്റീവ് ഒബ്ജക്ട്സ് ഇൻ വ്യൂ പോർട്സ്. ദി F3 കീ ടോഗിൾസ് ഫീച്ചർ ഓൺ ആൻഡ് ഓഫ് ദി സ്റ്റാറ്റസ് ബാർ. എന്താണ് യൂസ് ചെയ്യുന്നത് F3 കീ? ഒബ്ജക്ട് സ്നാപ്പ് ആണ് F3 പറഞ്ഞത്. വാട്ട് ഇസ് ദി ഫുൾ ഫോം ഓഫ് UCS ഇൻ യൂസർ കോർഡിനേറ്റ് സിസ്റ്റം? Which type of coordinates entered as at 10.5? നമുക്ക് ലൈൻ വരയ്ക്കുമ്പോൾ ഒന്നെങ്കിൽ ഇങ്ങനെ വരയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇതിന്റെ ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് കാർട്ടീഷ്യൻ. നമ്മൾ ലൈൻ വരയ്ക്കുമ്പോൾ ആംഗിളും കൂടി നമുക്ക് സ്പെസിഫൈ ചെയ്യണമെങ്കിൽ ആദ്യം എറ്റ് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം ഡിസ്റ്റൻസ് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം ലെസ് ദാൻ, അതിനുശേഷം ആംഗിൾ ടൈപ്പ് ചെയ്യുക. ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഒരു ലൈൻ നമുക്കൊരു സ്പെസിഫൈഡ് ആംഗിൾ വരയ്ക്കാൻ പറ്റും. അതിനാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുക. ഇതാണ് പോളാർ കോർഡിനേറ്റ് മെത്തേഡ്, ഇത് കാർട്ടീഷ്യൻ മെത്തേഡ്. What is the UCS command? UCS command is set and modify the user coordinate system. In AutoCAD, green selection box right to left is known as crossing selection. Green selection പറഞ്ഞാൽ നമ്മൾ ഒരു പോർഷൻ ടച്ച് ചെയ്താൽ മതി, ആ പോർഷൻ അടക്കം സെലക്ട് ആവും. വിൻഡോ സെലക്ഷൻ പറഞ്ഞാൽ കംപ്ലീറ്റ് ഒരു ബോക്സിനകത്ത് ഏതൊക്കെയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായി മാത്രം സെലക്ട് ആവും. വിൻഡോ സെലക്ഷൻ പറഞ്ഞാൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് ക്രോസിംഗ് സെലക്ഷൻ. What does a blue selection box? അതായത് ലെഫ്റ്റ് ടു റൈറ്റ്, അതിൽ ഓൺലി ഫുള്ളി ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തതിന് മാത്രമേ ആ സെലക്ഷനിൽ സെലക്ട് ആവൂ. ബ്ലൂ സെലക്ഷൻ പറഞ്ഞാൽ കണ്ട ഫുള്ളി ഒബ്ജക്ട് സെലക്ട് ആക്കണം, എന്നെങ്കിൽ മാത്രമേ സെലക്ട് ആവൂ. ഇതിൽ ഫുള്ളി സെലക്ട് ആയിട്ടുള്ള ആ ഒരു ലൈൻ മാത്രമാണ്. ഞാൻ കുറച്ചുകൂടി റൈറ്റിലേക്ക് പോകുമ്പോൾ കണ്ട ഫുള്ളി സെലക്ട് ആയിട്ട് മാത്രമേ സെലക്ട് ആവൂ. അതിനാണ് ബ്ലൂ സെലക്ഷൻ യൂസ് ചെയ്യുന്നത്. Which selection method selects object line without creating a pause area? Fence പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യാൻ ഫസ്റ്റ് ഒരു ജസ്റ്റ് ഒരു മൗസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, അപ്പൊ ക്ലിക്ക് ചെയ്യുമ്പോൾ അടിയിൽ കുറെ ഓപ്ഷൻസ് കിട്ടും. കണ്ടോ ഫെൻസ് വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. ഫെൻസ് വേണ്ടിയുള്ള ഓപ്ഷൻ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ലൈൻ വരച്ചു കൊടുത്ത് സെലക്ട് ചെയ്യാൻ പറ്റും. കണ്ടോ അതിനുശേഷം ജസ്റ്റ് എൻ്റർ അടിച്ചു കൊടുത്താൽ ആ ലൈൻ ഏതൊക്കെ പോർഷനിലൂടെ കടന്നു പോയിണ്ടോ ആ ലൈൻസ് ഒക്കെ സെലക്ട് ആവും, ആ ഒബ്ജക്റ്റുകൾ സെലക്ട് ആവും. അതിനാണ് ഫെൻസ് കമന്റ് യൂസ് ചെയ്യുന്നത്. വാട്ട് ഹാപ്പൻസ് ഇഫ് യു പ്രസ് ഷിഫ്റ്റ് വൈൽ സെലക്ടിങ് ഇൻ AutoCAD? അത് ഞാനിപ്പോ ഒന്നിലധികം ഒബ്ജക്ട് സെലക്ട് ചെയ്യണം, ജസ്റ്റ് സെലക്ട് ചെയ്തു, ഒരു ഒബ്ജക്ട് സെലക്ട് ചെയ്തു, ഈ ഒരു ഒബ്ജക്ട് സെലക്ട് ചെയ്തു, ഈ ഒരു ഒബ്ജക്ട് സെലക്ട് ചെയ്തു, അതിനുശേഷം ഈ ഒബ്ജക്ട് എനിക്ക് വേണ്ടെന്ന് മനസ്സിലായി. അപ്പൊ ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, ജസ്റ്റ് ഡീസെലക്ട് അടിക്കുക. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് സെലക്ട് ചെയ്താൽ അത് ഡീസെലക്ട് ആവും. അതിനാണ് ഷിഫ്റ്റ് പ്രസ് ചെയ്യുന്നത്. ഇറ്റ് റിമൂവ്സ് ഒബ്ജക്ട്സ് ഫ്രം സെലക്ഷൻ. What is the main purpose of using templates in AutoCAD? Template പറഞ്ഞാൽ to set up default drawing settings such as unit and layers. ഒരു ടെംപ്ലേറ്റിൽ നമ്മൾ സെന്റിമീറ്റർ വേണം, ഇന്ന യൂണിറ്റ്, ഇന്ന സ്റ്റൈൽ, അതൊക്കെ ഇന്ന ലെയേഴ്സ് അതൊക്കെ ഓൾറെഡി നമ്മൾ വരച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആ ടെംപ്ലേറ്റ് തന്നെ വീണ്ടും ഓൺ ആക്കിയിട്ട് നമുക്ക് അതിൽ വരയ്ക്കാൻ പറ്റും. അതിനാണ് ടെംപ്ലേറ്റ് യൂസ് ചെയ്യുക. അതിൽ ഡീഫോൾട്ട് ഡ്രോയിങ് സെറ്റിംഗ് ഒക്കെ കൊടുക്കാൻ പറ്റും. ദി യൂണിറ്റ്സ് കമാൻഡ് ഇൻ AutoCAD ഈസ് യൂസ്ഡ് ടു. യൂണിറ്റ്സ് കമാൻഡ് പറഞ്ഞാൽ യൂണിറ്റ് കൊടുക്കാൻ പറ്റും. സെറ്റ് ദി യൂണിറ്റ് ഓഫ് മെഷർമെന്റ്സ്, ഇഞ്ച്, സെന്റിമീറ്റർ, മില്ലിമീറ്റർ ഏതാ വെച്ച് കൊടുക്കാം. ഹൗ ഡു യു ക്രിയേറ്റ് എ ന്യൂ ടെംപ്ലേറ്റ് ഇൻ AutoCAD? ന്യൂ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ AutoCAD നമ്മൾ സേവ് ചെയ്യുമ്പോൾ DWT ഫയൽ സേവ് ചെയ്താൽ മതി. സേവ് ആൻ എക്സിസ്റ്റിംഗ് ഡ്രോയിങ് ആസ് DWT ഫയൽ. Which of the following file extension is used for AutoCAD? DWT. Option B. Template file ആണെങ്കിൽ DWT ആണ്. What is the default template file using by AutoCAD? CAD DWT. What does the pan command allow you to do in AutoCAD? Pan command പറഞ്ഞാൽ move the drawing view without changing the angle. കണ്ടോ അതാണ് pan command. മൗസിന്റെ നടുവിലത്തെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ബട്ടല്ലേ, അത് ജസ്റ്റ് പ്രസ് ചെയ്യുക. കണ്ടോ അപ്പൊ നമ്മൾ വരച്ചിരിക്കുന്ന ഒബ്ജക്റ്റുകൾ സ്കെയിൽ ചെയ്യാണ്ട് ജസ്റ്റ് മൂവ് ചെയ്യാൻ പറ്റും. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്താൽ, അതിനാണ് പാൻ കമാൻഡ് യൂസ് ചെയ്യുക.
which mouse wheel action zooms in and out of the scrolling. Scroll the mouse wheel up or down. മൗസിന് ജസ്റ്റ് സ്ക്രോൾ ചെയ്യാം കണ്ട സൂം ഇന്നും സൂം ഔട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് മൗസിന്റെ സ്ക്രോൾ ചെയ്യാൻ പറ്റുന്നത് ജസ്റ്റ് സ്ക്രോൾ ചെയ്താൽ സൂം ഇന്നും സൂം ഔട്ടും ചെയ്യാൻ പറ്റും. വാട്ട് ഈസ് ദി ഫംഗ്ഷൻ ഓഫ് ദി സൂം കമാൻഡ് ഇൻ AutoCAD? Zooms to predefined area in the drawing. സൂം കമാൻഡ് കൊടുത്താൽ നമുക്കൊരു പ്രീഡിഫൈൻഡ് ഏരിയ നമുക്ക് സൂം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൂം കമാൻഡ് യൂസ് ചെയ്യുന്നത്. സൂം കമാൻഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെഡ് സൂം ടൈപ്പ് ചെയ്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു, അതിനുശേഷം ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു, അതിനുശേഷം ഈ ഇത്ര ഏരിയ എനിക്ക് സൂം ചെയ്താൽ മതി, ഈ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്തു കൊണ്ടാ അപ്പൊ അത്ര ഏരിയ എനിക്ക് സൂം ആയിട്ട് കിട്ടി. അതിനാണ് സൂം കമാൻഡ് യൂസ് ചെയ്യുക. How can you zoom to fit the entire drawing into the current view? Use zoom command with the all option. അതായത് ഇപ്പൊ നമ്മൾ എന്തൊക്കെ വരച്ചിട്ടുണ്ടോ, നമ്മൾ കുറെ ഓപ്ഷൻസ് വരച്ചിട്ടുണ്ട്. ഇത് ഈ ഇവിടെ ഇതുണ്ട്, ഇവിടെ ഉണ്ട്, ഇപ്പൊ ഇങ്ങനെ കിടക്കുന്നത് ഇപ്പൊ കംപ്ലീറ്റ് നമ്മൾ ഡിസ്പ്ലേയിൽ മൊത്തം സൂം ചെയ്യണമെങ്കിൽ ജസ്റ്റ് സെറ്റ് അടിക്കുക. സൂമിന്റെ ഷോർട്ട് കീ സെറ്റ് ആണ്, ജസ്റ്റ് സെറ്റ് അടിച്ചു, അതിനുശേഷം ഓളിന്റെ ഓപ്ഷന് എ ടൈപ്പ് ചെയ്താൽ മതി. എ ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. നമ്മൾ ഡിസ്പ്ലേയിൽ എന്തൊക്കെ വരച്ചിട്ടുണ്ടോ അതൊക്കെ നമുക്ക് സൂം ചെയ്യാൻ പറ്റും. അതിനാണ് സെറ്റ് എൻ്റർ ആൻഡ്. അതിന് അതിന് യൂസ് ദി സൂം കമാൻഡ് വിത്ത് ദി ഓൾ ഓപ്ഷൻ. ഓളിന് നമ്മൾ എ ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചാൽ മതി. Zoom previous. What does the zoom previous command do? Restore the last zoomed view. അതിനാണ് zoom previous യൂസ് ചെയ്യുക. Which keyboard shortcut is used to zoom extents in AutoCAD? അതിന് zoom plus e അല്ല, അത് സെറ്റ് പ്ലസ് ഇ. അതായത് നമ്മൾ സൂം ചെയ്യുന്നതിനുള്ള ഷോർട്ട് കീ പറഞ്ഞ സെറ്റ് ആണ്. സെറ്റ് അടിച്ചതിന് എൻ്റർ അടിക്കുക. എക്സ്റ്റെൻഡ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. എക്സ്റ്റെൻഡിന്റെ ഷോർട്ട് കീ പറഞ്ഞാൽ ഇ ആണ്. അപ്പൊ ഇ അടിച്ചിട്ട് നമുക്ക് സൂം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതാണ് സെറ്റ് പ്ലസ് ഇ. വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് ദി മാച്ച് പ്രോപ്പർട്ടീസ് കമാൻഡ്? To match the object properties like color, layer and inline type. അതായത് ഒരു ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടീസ് മറ്റൊരു ഒബ്ജക്റ്റിന് കൊടുക്കണമെങ്കിൽ മാച്ച് പ്രോപ്പർട്ടീസ് കൊണ്ടുള്ള ഓപ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. How do you change the properties of an object in AutoCAD? Use the properties palette. Property palette ഷോർട്ട് കീ പറഞ്ഞാൽ കൺട്രോൾ 1 ആണ്. കൺട്രോൾ 1 കൂടി ഒരുമിച്ച് പ്രസ് ചെയ്താൽ മതി. The properties palette in AutoCAD allows you to, അതായത് പ്രോപ്പർട്ടി palette എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് വ്യൂ ആൻഡ് മോഡിഫൈ ഒബ്ജക്ട് പ്രോപ്പർട്ടീസ് സച്ച് ആസ് കളർ, ലെയർ ആൻഡ് മെറ്റീരിയൽ, ഇതൊക്കെ നമുക്ക് പ്രോപ്പർട്ടി പലറ്റിൽ കിട്ടും. How can you match properties when one object to other object using match drop? And as on a type match prop and click the source object, then the target object. ഏത് ഒബ്ജക്റ്റിലാണ് ക്ലിക്ക് ചെയ്യുക ആൻഡ് ടാർഗറ്റ് ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്താൽ അതിലേക്ക് മാറുന്നു കാണാൻ പറ്റും. വാട്ട് ഡസ് ദി ഷോർട്ട് കട്ട് കീ? കൺട്രോൾ 1. കൺട്രോൾ 1 പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്രോപ്പർട്ടി പലറ്റിന്റെ ഷോർട്ട് കീ ആണ്. കൺട്രോൾ 2. കൺട്രോൾ 2ന്റെ ഷോർട്ട് കീ പറഞ്ഞാൽ ഡിസൈൻ സെന്റർ ഇട്ടാൻ പറ്റാണ്. അല്ലെങ്കിൽ കൺട്രോൾ 3യുടെ ഷോർട്ട് കീ പറഞ്ഞാൽ കൺട്രോൾ 3 യൂസ് ചെയ്യുന്ന ടൂൾ പലറ്റ് ഇട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ജസ്റ്റ് ഇവിടെ കൺട്രോൾ 1 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും പ്രോപ്പർട്ടി പലറ്റ്. അത് ജസ്റ്റ് ക്ലോസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ക്ലോസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു ലൈൻ സെലക്ട് ചെയ്യാൻ എന്തെങ്കിലും സെലക്ട് ചെയ്ത് അതിന്റെ എല്ലാ ഡീറ്റെയിൽസും കൂടെ കിട്ടും. പിന്നെ കൺട്രോൾ 2 പ്രസ് ചെയ്താൽ ഇത് കിട്ടും. കണ്ട ഡിസൈൻ സെന്റർ. അല്ലെങ്കിൽ 3 പറഞ്ഞ ടൂൾ പലറ്റ് കിട്ടും. കണ്ട കൺട്രോൾ 3 പറഞ്ഞ ടൂൾ പലറ്റ് കിട്ടും. ഇനി അടുത്തത് കൺട്രോൾ N. കൺട്രോൾ എന്ന് പറഞ്ഞാൽ ന്യൂ ഡ്രോയിങ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ N യൂസ് ചെയ്യുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു ഓപ്പൺ ആൻ എക്സിസ്റ്റിംഗ് ഡ്രോയിങ്? കൺട്രോൾ O യൂസ് ചെയ്താൽ മതി. നമ്മൾ സേവ് ചെയ്യാൻ കൺട്രോൾ S, സേവ് ഡ്രോയിങ്സ്. കൺട്രോൾ P പറഞ്ഞാൽ നമുക്ക് പ്രിന്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ P യൂസ് ചെയ്യുക. അതിന്റെ ഓപ്ഷൻ ഉണ്ടാവും പ്രിന്റ് ഡ്രോയിങ്. കൺട്രോൾ Z പറഞ്ഞാൽ അൺഡു ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ നേരെ അൺഡു ചെയ്ത് റീഡ് ചെയ്യുകയാണെങ്കിൽ കൺട്രോൾ Y യൂസ് ചെയ്താൽ മതി. കൺട്രോൾ Y. പിന്നെ കൺട്രോൾ C കോപ്പി, കൺട്രോൾ V പേസ്റ്റ്, അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. കൺട്രോൾ ടാബ് പറഞ്ഞാൽ നമുക്ക് സ്വിച്ച് ബിറ്റ്വീൻ ഓപ്പൺ ഡ്രോയിങ്സ്. നമ്മൾ ഒന്നിൽ കൂടുതൽ ഡ്രോയിങ്സ് യൂസ് ചെയ്തു. ഡ്രോയിങ് 1, ഡ്രോയിങ് 2, ഡ്രോയിങ് അപ്പൊ നമുക്ക് ഇങ്ങനെ വരയ്ക്കുന്നതിന്റെ സ്വിച്ച് ചെയ്യണമെങ്കിൽ ടാബ് പ്രസ് ചെയ്യുക, കൺട്രോൾ പ്ലസ് ടാബ്, അപ്പൊ നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. കണ്ട ഡ്രോയിങ് 1ലേക്ക് എത്തി, ഡ്രോയിങ് 3ലേക്ക് എത്തി, ഡ്രോയിങ് 4ലേക്ക് എത്തി. കൺട്രോൾ ടാബ് പ്രസ് ചെയ്താൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.